മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിഭൂതി ബുധൻ. സഭ ഇന്ന് വിശുദ്ധ നൊയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നെറ്റിത്തടത്തിൽ ചാരം പൂശിക്കൊണ്ട് നമ്മൾ നൊയമ്പിലേക്ക് പ്രവേശിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക എന്ന്. വിഭൂതി ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ചാരമാണെന്നും മണ്ണാണെന്നും മണ്ണിലേക്ക് തിരിച്ചു പോകാൻ ഉള്ളവരുമാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ നോട്ടം ഭൂമിയിലേക്കാകരുത്, സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കണമെന്ന ഇന്നിൻ്റെ ദിനം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ചാരം പൂശുന്നത്? ചാരം വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെയും തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിൻ്റെയും അടയാളമാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവം ആദത്തോട് പറയുന്നു, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങണമെന്ന്. ഇവിടെ പൊടി ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച്, ഈ ഭൂമിയിലെ നശ്വരതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? ഞാൻ ചാക്കുടുത്ത ചാരം പൂശി ഉപവസിച്ച ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുവെന്ന്. ഇവിടെ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ജനത്തിനു വേണ്ടിയാണ്. ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ജനത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ദാനിയേൽ ചാരം പൂശി ചാക്കുടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജോബ് തൻ്റെ തന്നെ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിച്ചുകൊണ്ടാണ് ചാരം പൂശുന്നത്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നുവെന്ന്. നമ്മൾ അതുപോലെ തന്നെ ഏക ദൈവത്തെ തള്ളിപ്പറയണമെന്നും ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണമെന്നും രാജകൽപ്പനയുടെ മുൻപിൽ എസ്തറുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രം കീറി ചാക്കുടുത്ത ചാരം പൂശി ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. തൻ്റെ ജനത്തിൻ്റെ മേൽ രാജകൽപ്പന വന്നതിൻ്റെ സങ്കടത്തിൽ ആ രാജകൽപ്പനയിൽ നിന്ന് രാജാവ് പിന്തിരിയുവാൻ വേണ്ടി മൊർദെഖായി ചാരം പൂശി തൻ്റെ ചാക്കു വസ്ത്രം ഉടുത്ത ഉപവസിക്കുന്നുവെന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ അബ്രഹാം ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നു, പൊടിയും ചാരവും ആയ ഞാൻ കർത്താവിനോട് സംസാരിച്ചുവല്ലോ. ദൈവത്തോട് താൻ സംസാരിച്ചു പോയതിൽ തൻ്റെ തന്നെ കുറവുകൾക്കപ്പുറമായിട്ട് സ്വയം എളിമപ്പെട്ടുകൊണ്ട് അബ്രഹാം ഇവിടെ സംസാരിക്കുകയാണ്. പഴയ നിയമത്തിൽ ചാരം പൂശുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. പുതിയ നിയമത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നില്ലേ, കൊറാസീൻ നിനക്കു ദുരിതം, ബെത്സയിദ നിനക്കു ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോണിലും നടന്നിരുന്നുവെങ്കിൽ അവർ എത്ര പണ്ടേ ചാക്കുടുത്ത ചാരം പൂശി അനുദപിക്കുമായിരുന്നുവെന്ന്. ഈശോയുടെ മനസ്സെന്തായിരുന്നു? ഉപവാസത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ച്, പരിത്യാഗത്തെക്കുറിച്ച്.
അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയുടെ മൈൻഡ് എന്തായിരുന്നു ഈ ഉപവാസത്തെ കുറിച്ച്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത് എന്ന് വെച്ചാൽ എൻ്റെ ശിഷ്യന്മാരായി നിങ്ങൾ ഉപവസിക്കണം. ഉപവസിക്കേണ്ട നാളുകൾ വരും. അന്ന് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് യേശു കൃത്യമായിട്ട് പറയുന്നു. കപട നാട്യക്കാരെ പോലെ ആയിരിക്കരുത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഉപവാസവും നോമ്പാചരണമെന്ന്. എൻ്റെ പ്രിയ സുഹൃത്തെ, നമ്മൾ ഇന്ന് നമ്മുടെ നെറ്റിത്തടത്തിൽ കുരിശു വരച്ചുകൊണ്ട് വരയ്ക്കുന്ന കുരിശിന്റെ മനോഹരതയല്ല ജീവിതത്തിൽ ഞാനും സുഹൃത്തെ നമ്മൾ ഏറ്റെടുക്കുന്ന കുരിശിന്റെയാണ് ഇന്ന ദിനം ഓർമ്മപ്പെടുത്തുന്നത്. അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുക്കാനല്ലേ ഈശോ എന്നോടും സുഹൃത്തെ നിന്നോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നെറ്റിത്തടത്തിൽ ചാരം പൂശിക്കൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തന്നെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ വിശുദ്ധ നോയമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.